ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഹലോ ഗായ്സ്, ഇന്നലെ എനിക്കൊരു ഐഫോൺ വേണം എന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് ജോമു വാങ്ങി തന്നില്ല. അതുകൊണ്ട് ഞാൻ മണ്ണെണ്ണ എടുത്തിട്ടുണ്ട്. ഈ മണ്ണെണ്ണ നമ്മൾ തൊഴിച്ച് ലൈറ്റ് വെച്ച് ഇപ്പൊ കത്തിക്കും എന്ന് പറഞ്ഞ് ജോമിനെ പേടിപ്പിക്കും. എന്തായാലും ജോമു പേടിക്കുകയും ചെയ്യും, നമുക്ക് ഐഫോൺ കിട്ടുകയും ചെയ്യും, നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള കണ്ടന്റ്സ് കാണാം. പക്ഷേ ഇവിടെ ട്വിസ്റ്റ് ഉണ്ട്. ഇത് റിയൽ മണ്ണെണ്ണ അല്ല, ഇത് ശംഖുപുഷ്പമായിട്ട് തിളപ്പിച്ച വെള്ളമാണ്. അപ്പൊ ഗായ്സ് നമുക്ക് പണി തുടങ്ങാം. ഞാൻ ഇന്നലെ ഐഫോൺ വാങ്ങി തരാൻ പറഞ്ഞിട്ട് നീ വാങ്ങി തന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ട്, എന്റെ കയ്യിൽ ലൈറ്ററും ഉണ്ട്. ഞാൻ ഇപ്പൊ കത്തിക്കും. അയ്യോ, അതായിരുന്നു കാര്യം. നീ നിക്ക്, ഞാൻ ദാ വരുന്നു. നീ നിക്ക്. പ്ലാൻ വർക്ക്ഔട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും ജോബ് പേടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അകത്ത് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പോയതായിരിക്കും. ഞാൻ ദാ എത്തി. ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള, അത്യാവശ്യം നല്ല മില്യൺ വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി ചാനൽ തന്നെയാണ് കേട്ടോ. ഇവരൊരു മെയിൻ ആയിട്ടുള്ള വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഫൺ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതിനൊക്കെ തന്നെ ഭയങ്കര ഓരോ പ്രാങ്ക് കൊടുക്കുന്ന വീഡിയോസാണ് ഇവർ ചെയ്യുന്നത് കൂടുതലായിട്ടും. പക്ഷേ ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, ഭയങ്കരമായിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തിരുന്നു. അത് കണക്ക് തന്നെ ഇവരുടെ ഒരു വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റ് ഇവർ കാണില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഞാൻ മെസ്സേജ് ചെയ്തിരുന്നു, അത് അവർ കണ്ടിട്ടില്ല. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിലെ താഴത്തെ ഈ കമന്റ് ഞാൻ നോക്കിയപ്പോഴത്തേക്കാണ് ഈ ഒരു സെയിം വീഡിയോയ്ക്ക് ഒരുപാട് ആളുകൾ ഈ ഒരു സെയിം കാര്യം തന്നെ പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു കമന്റുകൾക്കെല്ലാം തന്നെ അവർ ഭയങ്കര മോശമായിട്ടും അല്ലെങ്കിൽ അവർ നെഗറ്റീവായിട്ട് തന്നെ എടുത്ത് ആ ഒരു ചെയ്ത തെറ്റിനെ കുറിച്ച് മനസ്സിലാക്കാതെ തിരിച്ച് റിപ്ലൈ കൊടുത്തിരിക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ ഒരു കമന്റ് ചെയ്തിട്ടും മെസ്സേജ് ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല, ഇതൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇതുപോലുള്ള വീഡിയോസ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകളിലേക്കാണ് എത്തുന്നത്. കാരണം നമ്മുടെ ലാംഗ്വേജിൽ മാത്രമല്ല, മലയാളത്തിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണെങ്കിൽ പോലും ഇത് പല ലാംഗ്വേജുകളിലേക്കും പല ആളുകളിലേക്കാണ് എത്തുന്നത്. അതിൽ പുരുഷം ഓരോ ഏജ് കാറ്റഗറിയിലുള്ളവരായിരിക്കും. കുട്ടികൾ കാണുന്നുണ്ടായിരിക്കാം, വലിയ ആളുകൾ കാണുന്നുണ്ടായിരിക്കാം, ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ കാണുന്നുണ്ട്. അങ്ങനെ പല വെറൈറ്റി, പലതരത്തിലുള്ള ഓഡിയൻസ് ആണ് ഈ ഒരു വീഡിയോയ്ക്കുള്ളത്. ഇപ്പോൾ ആ വീഡിയോയ്ക്ക് തന്നെ മില്യൺ വ്യൂ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒരിക്കലും ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല, ഇത് കുട്ടികൾക്കുള്ളതാണോ വലിയവർക്കുള്ളതാണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഫൺ കണ്ടന്റ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിൽ എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, ഈ ഒരു വീഡിയോയിൽ എന്ത് മെസ്സേജാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ എന്ത് ഫണ്ണായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലുള്ളത്? കാരണം നിങ്ങളുടെ പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, അതിലൊന്നുമില്ലാത്തൊരു കണ്ടന്റാണ് നിങ്ങൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു വ്യക്തിയെ ത്രെട്ടൺ ചെയ്ത് നമുക്കൊരു കാര്യം ചെയ്യിപ്പിക്കാം എന്ന ഒരു മെസ്സേജാണ് ഇവർ കൊടുക്കുന്നത്. ശരിക്കും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള, ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള, ഒരു നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണെങ്കിലും, അത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ പോലും നെഗറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ശരിക്കും ഒരു വീഡിയോയ്ക്ക് താഴെ സെയിം കമൻറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അവർ ചോദിക്കുന്നത്, ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് മണ്ണെണ്ണയല്ല, അല്ലെങ്കിൽ ആ ഒരു ശംഖുപുഷ്പത്തിൻ്റെ പൂവാണെന്ന് അവർ ായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇതിൽ എന്ത് തെറ്റാണ്, എന്ത് വയലൻസ് ആണുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ പല ഏജ് കാറ്റഗറിയിലുള്ള ആളുകളാണ് ഈ ഒരു വീഡിയോ കാണുന്നത്. അത്യാവശ്യം മില്യൺ വ്യൂ കിട്ടിയ ഒരു വീഡിയോ ആവുമ്പോൾ തന്നെ ഒരു പക്ഷേ നമ്മുടെ മലയാളം ചാനലാണെങ്കിൽ പോലും കേരളത്തിൽ നിന്നുള്ളവരായിരിക്കണമെന്നില്ല, അന്യ സംസ്ഥാനത്ത് അല്ലെങ്കിൽ വേറെ ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് പോലും ഈ ഒരു വീഡിയോ കാണാം. കൊച്ചു കുട്ടികൾ, ഇപ്പം നമുക്ക് ഒരു ലിമിറ്റേഷനും ഇല്ലാതെ തന്നെ എല്ലാ കുട്ടികളും യൂട്യൂബൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള കൊച്ചു കുട്ടികൾ മുതൽ വലിയവർ വരെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നമ്മുടെ ലാംഗ്വേജിൽ അവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാകുന്നതിനപ്പുറം അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നാണ് ഓരോ വ്യക്തികളും ആ ഒരു വീഡിയോയിലൂടെ കാണുന്നത്. എല്ലാവരും തന്നെ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു മീഡിയ യൂസ് ചെയ്യുന്നൊരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് കുട്ടികൾക്കുള്ളതാണെന്നൊന്നും പറയാൻ പറ്റില്ല. സോ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു കുട്ടികളാണെങ്കിൽ, കൊച്ചു കുട്ടികളാണെങ്കിൽ അത് അവർ അനുകരിക്കാനുള്ള ചാൻസ് ഒരുപാടാണ്. അവർക്ക് മനസ്സിലാവണമെന്നില്ല അതൊരു ശംഖുപുഷ്പത്തിൻ്റെ പൂവാണെന്നോ അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ മേളിൽ എഴുതി കാണിച്ചിട്ടുണ്ട് ഇത് ഇമിറ്റേറ്റ് ചെയ്യരുതെന്ന്. ഈ കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാക്കാനുള്ള ഏജിലുള്ള ആളുകളായിരിക്കണം ഇത് കാണുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരാളെ ത്രെട്ടേൺ ചെയ്ത് ഇത് കണക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന ഒരു മെസ്സേജാണ് ഈ ഒരു വീഡിയോയിലൂടെ പോകുന്നതല്ലേ. ശരിക്കും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റുകൾക്കെല്ലാം തന്നെ അവരൊരു നല്ല റിപ്ലൈ കൊടുത്തു. ഓക്കെ, ഇത്രയും വ്യൂ കിട്ടിയതാണ്, അതുകൊണ്ട് അത് അവർക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് അവർക്ക് പ്രൈവറ്റ് ആക്കാം.
ഇത്രയും ആളുകൾ പറയുമ്പോൾ നമ്മളൊരു കാര്യം അറിയാതെ ചെയ്യുന്നതാണെങ്കിൽ പോലും നമുക്കത് തെറ്റ് മനസ്സിലായാൽ നമുക്ക് ആ ഒരു തെറ്റിനെ അക്സെപ്റ്റ് ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ അതല്ല അവർ ചെയ്യുന്നത്. അവർ ചെയ്ത തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും ഇവർ ഈ ചെയ്ത വീഡിയോ ചെയ്ത ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ് ശരിക്കുള്ള കാര്യം. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ചെയ്ത ഈ ഒരു യൂട്യൂബ് ചാനലിലുള്ള ആളുകൾ ഈ ഒരു വീഡിയോ കാണുമെന്നും അത് കണക്ക് തന്നെ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്ത് കുട്ടികൾക്കൊരു റോങ് മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലുള്ളവരായിക്കോട്ടെ, അവർക്കൊരു റോങ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ.